പശ്ചിമ മലനിരകളാൽ ദൃശ്യമനോഹരമായ വയനാട്. പച്ചപ്പട്ടുവിരിച്ച കാർഷിക ഭൂമി. വയനാടൻ ചുരം കയറി കുറച്ചു ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ കൊളവയൽ ഗ്രാമത്തിലെത്താം. ഇവിടത്തെ പ്രധാന കൃഷി കാപ്പിയാണ്. പാലായിൽ നിന്ന് വയനാട്ടിലേക്ക് കുടിയേറിയ കുടുംബത്തിലെ അംഗമാണ് സതീഷ് ദേവസ്യ. ഈശ്വര വിശ്വാസത്തിൽ ഉറച്ച ജീവിതമാണ് ഇദ്ദേഹത്തെ കൃഷിയിൽ സജീവമാക്കിയത്. കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ച് കൃഷി ചെയ്ത മാതാപിതാക്കളുടെ കൃഷിരീതികൾ കണ്ടുവളർന്ന സതീഷ് ദേവസ്യ കൃഷിയെ ജീവിതമാർഗമായി സ്വീകരിച്ചു. മണ്ണിൽ അധ്വാനിച്ചാൽ പൊന്നു വിളയിക്കുവാൻ സാധിക്കുമെന്ന് തെളിയിച്ചവരാണ് മലബാർ കുടിയേറ്റ കർഷകർ. പഴയകാലത്ത് റോബസ്റ്റ കാപ്പിയും സാധാരണ കുരുമുളക് വള്ളികളുമായിരുന്നു. സാധാരണ കുരുമുളക് വള്ളികളെല്ലാം ദ്രുതവാട്ടം മൂലം എല്ലാം നശിച്ചുപോയി. അങ്ങനെയാണ് പുതിയ രീതിയിലുള്ള കാട്ടുതിപ്പിലയിൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പുതിയ രീതിയിൽ പന്നീർ മണ്ണ് കുരുമുളകാണ് ഇപ്പോൾ മുഴുവനും ചെയ്തിരിക്കുന്നത്. കാപ്പി സീൻഡോർ കാപ്പിയാണ് പുതിയതായിട്ട് റീപ്ലാന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ കൃഷിരീതികളിലൂടെ ജീവിത വിജയം നേടുന്നവർ ചുരുക്കമാണ്. കൃഷിയെ ജീവിതമാർഗമാക്കുന്നവരും കുറവ് തന്നെ. കാർഷിക മേഖലയിൽ നിന്നും തൊഴിൽ തേടി പോകുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന കാലഘട്ടത്തിലും കൃഷിയിൽ ഉറച്ചുനിന്ന കർഷകനാണ് സതീഷ് ദേവസ്യ. കുരങ്ങുകളുടെയും കാട്ടുപന്നികളുടെയും ശല്യത്തെ തരണം ചെയ്ത് കൃഷിയിൽ സ്വന്തമായ ഒരു രീതി ചിട്ടപ്പെടുത്തുവാൻ ഈ കർഷകൻ സാധിച്ചു. മരച്ചീനിയും വാഴയും ചേമ്പുമെല്ലാം വീട്ടാവശ്യത്തിന് മാത്രമായിട്ടാണ് ഇന്ന് കൃഷി ചെയ്യുന്നത്. അതും വീടിനോട് ചേർന്ന് മാത്രം. കാട്ടുപന്നികളും കുരങ്ങുകളും കൃഷിയിടം വെടിപ്പാക്കുന്നത് മൂലം കിഴങ്ങുവിളകളും പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്താൽ നഷ്ടമാണുണ്ടാകുന്നത്. നഷ്ടങ്ങളെയും പ്രതികൂല കാലാവസ്ഥകളെയും തരണം ചെയ്ത് കൃഷിയിൽ നിന്ന് നേട്ടങ്ങളുണ്ടാക്കിയ മാതാപിതാക്കളുടെ പാത പിന്തുടർന്ന് കൃഷിയിലൂടെ സാമ്പത്തിക വളർച്ച ഉറപ്പാക്കാനുള്ള കഠിനമായ ശ്രമത്തിലാണ് ഈ കർഷകൻ. പഴയ രീതിയിലുള്ള കൃഷികൾ പൂർവികരായിട്ട് വന്ന കൃഷികളിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമായിട്ട് പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അതിന് ജലസേചന സംവിധാനം, ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന ജീവാമൃതം, പഞ്ചഗവ്യം, ഫിഷ് അമിനോ, എഗ് അമിനോ, ഇത് 4 ഈ ചെടികളിൽ ഉപയോഗിച്ചിട്ടാണ് കൃഷി ചെയ്യുന്നത്. ജൈവ വളമായിട്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടാണ് അത് മണ്ണിൽ അപ്ലൈ ചെയ്യുന്നത്. രാസവളവും കീടനാശിനിയും തീർത്തും ഒഴിവാക്കിക്കൊണ്ടുള്ള കൃഷിരീതിയാണ്. ചെലവ് കുറച്ച് കൂടുമെങ്കിലും നല്ല ആരോഗ്യമുള്ള ചെടികളും നല്ല ഉൽപാദനവും കിട്ടുന്നതായിട്ട് എനിക്ക് അനുഭവമുണ്ട്. വയനാടൻ കാലാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ആദായകരമായി കൃഷി ചെയ്തുവരുന്ന സുഗന്ധവിളയാണ് കാപ്പി. വിദേശ രാജ്യങ്ങളിലേക്കാണ് ഇത് കൂടുതലായും കയറ്റി അയക്കുന്നത്. 40% തണൽ ആവശ്യമുള്ള ചെടിയാണ് കാപ്പി. 7 ഏക്കറോളം സ്ഥലത്താണ് സതീഷ് ദേവസ്യയുടെ കാപ്പിത്തോട്ടം. C/R കാപ്പി ഇനമാണ് കൂടുതലായും കൃഷി ചെയ്തിരിക്കുന്നത്. റോബസ്റ്റ ഇനത്തിൽപ്പെട്ട കാപ്പിയും കൂട്ടത്തിലുണ്ട്. വയനാടൻ മലയോരത്തിന് അനുയോജ്യമാണ് C/R കാപ്പി. കാപ്പിക്ക് ആവശ്യമായ തണൽ എന്ന നിലയിൽ നട്ടുവളർത്തിയ സിൽവർ റോക്ക്, കമുക്, ശീമക്കൊന്ന തുടങ്ങിയ തണൽ വൃക്ഷങ്ങളിൽ കുരുമുളക് ചെടികൾ പടർത്തിയിരിക്കുന്നു. കാപ്പി കൃഷി നമ്മൾ നട്ടിരിക്കുന്നത് 10x10 അളവ് പ്രകാരം 10 അടി നീളം 10 അടി വീതി കണക്കാക്കിയിട്ടാണ് കാപ്പി കൃഷി ചെയ്തിരിക്കുന്നത്. അടിയിൽ നമ്മൾ ഓർഗാനിക് വളങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം തൈ വെച്ചു.
കാപ്പി ഇപ്പോൾ 5-ാം വർഷമാണ്. 3-ാം വർഷം 4-ാം വർഷം വിളവെടുത്തു. പിന്നെ കുരുമുളക് വള്ളിയാണെന്നുണ്ടെങ്കിലും 10-15 എന്ന രീതിയിലാണ് ക്രമീകരിച്ച് നട്ടിരിക്കുന്നത്. എല്ലാം കറക്റ്റ് ലൈൻ ക്രമീകരിച്ച് തന്നെയാണ് നട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പണിയെടുക്കാനും വിളവെടുക്കാനും എല്ലാത്തിനും എളുപ്പമുണ്ട്. താഴ്വാരത്തെ പച്ചപുതച്ച രീതിയിൽ വളർന്നു നിൽക്കുന്ന കാപ്പിത്തോട്ടം ഓരോ ചെടിയുടെയും പകുതിയോളം ശിഖരങ്ങളിലും കായ്കളുണ്ട്. പുതിയ മുട്ടുകളിലും ശിഖരങ്ങളിലുമാണ് കായ്കളുണ്ടാകുന്നത്. ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം അധിക ചിലവുകളും ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത കൃഷിരീതിയാണ് കാപ്പിയുടേത്. വേനൽക്കാലത്ത് നന അത്യാവശ്യമാണ്. വളരെ ശ്രദ്ധയോടെ പരിചരിച്ചാൽ മികച്ച നേട്ടം കൈവരിക്കുവാൻ സാധിക്കും. ഈശ്വര വിശ്വാസത്തോടുകൂടി കൃത്യമായി പരിചരിച്ച് ചെടികളെ സംരക്ഷിച്ചു നിർത്തുന്ന കൃഷിസ്നേഹിയാണ് സതീഷ് ദേവസ്യ. മികച്ച വിളവും ഉയർന്ന വളർച്ചയും ഉറപ്പാക്കാൻ പാരമ്പര്യമായ ജൈവകൃഷി രീതിയെ തന്റേതായ രീതിയിൽ ചിട്ടപ്പെടുത്തി സ്വന്തമായി തയ്യാറാക്കുന്ന ജൈവവളങ്ങൾ മാത്രം നൽകിയാണ് ചെടികളെ പുഷ്ടിപ്പെടുത്തുന്നത്. കാപ്പിക്ക് നമ്മൾ ഒരു വർഷം ഒരു പഞ്ചഗവ്യം ഒരു തവണ സ്പ്രേ ചെയ്യും. 2 തവണ ജീവാമൃതം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. പിന്നെ നമ്മൾ ഓർഗാനിക് വളം ഒരു തവണ മണ്ണിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത്തരം വളങ്ങളെ കാപ്പിക്ക് കൊടുക്കുന്നത്. മൂന്നാം സഹസ്രാബ്ദത്തിലേക്ക് കാലുകുത്തിയിരിക്കുന്ന മനുഷ്യരാശി വീണ്ടും പ്രകൃതിയിലേക്ക് തിരിയുകയാണ്. ഭക്ഷ്യോൽപാദനം, ഔഷധം, ജീവിതചര്യ തുടങ്ങിയ കാര്യങ്ങളിൽ പ്രകൃതിയുടെ പാതയിൽ ചരിക്കുവാൻ പ്രതിബന്ധം സൃഷ്ടിക്കുന്നത് സ്വാർത്ഥതയും അമിത ലാഭത്തിനുള്ള പരക്കം പാച്ചിലുമാണ്. വിശപ്പടക്കാനും ശരീരപോഷണത്തിനുമായി ദൈവം സൃഷ്ടിക്കപ്പെട്ട ഭക്ഷ്യവസ്തുക്കളും രോഗചികിത്സയ്ക്കുള്ള ഔഷധസസ്യങ്ങളും കച്ചവട ചരക്കുകളായി മാറിയ ഈ കാലഘട്ടത്തിൽ ജൈവകൃഷിയിലൂടെ പ്രകൃതിയെയും പരിസ്ഥിതിയെയും സസ്യങ്ങളെയും സംരക്ഷിച്ച് ജീവിക്കുന്ന മാതൃകാ കർഷകനാണ് വയനാട്ടിലെ സതീഷ് ദേവസ്യ. രാസവളങ്ങളുടെ അമിതമായ ഉപയോഗം മൂലം മണ്ണും പ്രകൃതിയും മലിനമായി. ഇതിലൂടെ നശിച്ചുപോയ കുരുമുളകിനെ തിരികെ കൊണ്ടുവരുവാനുള്ള ശ്രമത്തിലാണ് ഈ കർഷകൻ. ഏത് തരത്തിലുള്ള പ്രതികൂല കാലാവസ്ഥകളെയും തരണം ചെയ്തു വളരുന്ന കാട്ടുതിപ്പലിയിൽ പന്നിയൂർ 1, കരിമുണ്ട തുടങ്ങിയ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്താണ് കൊടികൾ വളർത്തിയിരിക്കുന്നത്. ശക്തമായ വേനൽക്കാലത്ത് നനയ്ക്കുന്നതിനായി ട്രിപ്പ് ഇറിഗേഷൻ രീതിയാണ് നടപ്പാക്കിയിരിക്കുന്നത്. കുരുമുളക് നമ്മൾ കാട്ടുതിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത് നട്ടതുകൊണ്ട് നമുക്ക് മണ്ണിൽ നിന്നുള്ള കേടുകൾ പൂർണ്ണമായും കുറഞ്ഞെന്ന് തന്നെ പറയാം. പിന്നെ നല്ല രോഗപ്രതിരോധ ശേഷിയും നല്ല വളർച്ചയും ഈ വള്ളികൾക്ക് കാണുന്നുണ്ട്. പിന്നെ വേനൽക്കാലത്ത് എന്തായാലും നന നിർബന്ധമായിട്ടും കൊടുക്കണം. വയനാടിന്റെ കാലാവസ്ഥയിൽ നല്ല പരിചരണം നൽകിയാൽ കുരുമുളകിൽ നിന്ന് മികച്ച ആദായം ലഭിക്കും. 3 വർഷം മുമ്പ് നശിച്ചു തുടങ്ങിയ കുരുമുളക് കൊടികൾ നശിപ്പിച്ച് കളഞ്ഞ ശേഷം കാപ്പിത്തോട്ടത്തിൽ സിൽവർ റോക്ക് നട്ടുപിടിപ്പിച്ചാണ് കുരുമുളക് തൈകൾ നട്ടത്. സിൽവർ റോക്കിൽ കൊടി പടർത്തിയാൽ തടിക്ക് പെട്ടെന്നും വണ്ണം വയ്ക്കാൻ സാധിക്കുകയില്ല. GI പൈപ്പുകൾ സ്ഥാപിച്ച് കൊടികൾ കയറ്റാനുള്ള പദ്ധതിയും ഇദ്ദേഹത്തിനുണ്ട്. വീടിനോട് ചേർന്നുള്ള ചെറിയ തൊഴുത്തിൽ പരിപാലിക്കുന്ന കന്നുകാലികളുടെ ചാണകവും മൂത്രവുമാണ് പ്രധാനമായും കൃഷിക്ക് വളമായി ഉപയോഗിക്കുന്നത്. ചാണകത്തോടൊപ്പം
ജൈവവളങ്ങളും ചേർത്ത് കുരുമുളകിനും കാപ്പിക്കും നൽകുന്നു. കുരുമുളക് വള്ളി നമ്മളിപ്പം സിൽവർ ഓക്ക്, ചീമക്കൊന്ന ഈ 2 മരങ്ങളിലാണ് ഇപ്പോൾ കയറ്റിയിരിക്കുന്നത്. വള്ളി ഒരു 10 അടി 15 അടി ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ മരം അത്ര സ്ട്രെങ്ത് പോരാ. അപ്പോൾ പുതിയ രീതിയിലുള്ള എന്തെങ്കിലും മെത്തേഡിലേക്ക് കുറിച്ചാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. പിന്നെ കുരുമുളക് വള്ളി നമ്മളിപ്പം ഒരു വർഷം പഞ്ചഗവ്യം 2 പ്രാവശ്യം സ്പ്രേ ചെയ്യും. ജീവാമൃതവും 2 തവണ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇലപ്പുള്ളി രോഗം, ചെറിയ ഇലയിലുള്ള കീടങ്ങൾ, ഇത് പോകാൻ വേണ്ടി ഫിഷ് അമിനോ ആണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. 2 തവണ സ്പ്രേ ചെയ്യും. പിന്നെ ചെടികൾക്ക് നല്ല കാൽസ്യവും ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എഗ് അമിനോ ആസിഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ചുവട്ടിൽ നമ്മൾ ഒരു തവണ സ്വന്തമായിട്ടുണ്ടാക്കുന്ന ഓർഗാനിക് വളങ്ങൾ, കാപ്പിത്തൊണ്ടും നാടൻ പശുവിന്റെ ചാണകം, പിന്നെ വേപ്പ് പിണ്ണാക്ക്, ട്രൈക്കോഡർമ, ഇത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള കൾച്ചർ നമ്മൾ ഒരു തവണ കൊല്ലത്തിൽ മണ്ണിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ കുമ്മായ എല്ലാ വർഷവും ഇടുന്നുണ്ട് മണ്ണിൽ. അത് കുമ്മായ അല്ലെങ്കിൽ ഡോളോമേറ്റ്. തീർത്തും ഓർഗാനിക് രീതിയിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ചെടികൾക്ക് നല്ല ആരോഗ്യമുണ്ട്, നല്ല ഉൽപാദനമുണ്ട്. മണ്ണിനെ സംരക്ഷിച്ച് കൃഷികൾ നടത്തിയാൽ മികച്ച വിളവാണ് കർഷകന് ലഭിക്കുന്നത്. ഓരോ ചെടിയെയും സസൂക്ഷ്മം നിരീക്ഷിച്ച് വേണ്ട പരിചരണങ്ങൾ നൽകുവാൻ കഴിയുന്ന അകലത്തിലാണ് ഓരോന്നും നട്ടിരിക്കുന്നത്. കാടുകൾ പടർന്നു പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധ നൽകുന്നു. കൃഷിയിൽ സഹായിക്കാനായി 2 സ്ഥിരം തൊഴിലാളികളുമുണ്ട്. കാപ്പിത്തോട്ടത്തിലെ ചെടികളിൽ കായ്കൾ മൂത്ത് പഴുത്തു തുടങ്ങുമ്പോഴാണ് വിളവെടുപ്പ്. മൂത്ത കായ്കൾ നോക്കി പറിച്ചെടുക്കും. ചെടിക്ക് ദോഷമുണ്ടാക്കാത്ത രീതിയിൽ വിളവെടുത്താൽ അടുത്ത വിളവ് മികച്ചതാക്കാം. കാപ്പിക്കായ്കൾ സ്വന്തമായി ഉണക്കിയെടുത്ത ശേഷം മികച്ച വില ലഭിക്കുന്ന അവസരത്തിലാണ് വിൽപ്പന നടത്തുന്നത്. കാപ്പി നമ്മൾ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് വിളവെടുക്കുന്നത്. എടുത്ത് നമ്മൾ സാധാരണ നമ്മൾ കളത്തിൽ തന്നെ, സിമെന്റ് കളത്തിൽ തന്നെ ഇട്ട് ഉണക്കിയെടുത്തതിന് ശേഷം പൊതു വിപണിയിൽ തന്നെ കൊടുക്കുകയാണ് ഇപ്പോൾ സാധാരണ ചെയ്യുന്നത്. പിന്നെ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു 3 വർഷം കഴിഞ്ഞ് അത് കഴിഞ്ഞാൽ ഓർഗാനിക് രീതിയിൽ ഉൽപ്പന്നങ്ങൾ കൊടുക്കാനാണ് പരിപാടി. ഒരു 15 ദിവസമെങ്കിലും പറിച്ച കാപ്പി കൊണ്ടുവന്ന് വെയിലത്തിട്ട് ഉണങ്ങിയതിന് ശേഷമേ അത് ശരിക്കും ഒന്ന് ഉണക്കായി എടുക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം കാപ്പി നമ്മൾ തൊണ്ടോടുകൂടി തന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുന്നത്. ഒരു ചാക്ക് 54 കിലോ കണക്കാക്കി നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുന്നു. കന്നുകാലികളിൽ നിന്ന് ലഭിക്കുന്ന ചാണകത്തിൽ കാപ്പിയുടെ തൊണ്ടും വേപ്പിൻ പിണ്ണാക്കും മറ്റും ചേർത്ത് ഉണ്ടാക്കുന്ന വളമാണ് കുരുമുളകിന് പ്രധാനമായും നൽകുന്നത്. ഇതോടൊപ്പം കമ്പോസ്റ്റ് വളവും ഇടുന്നു. ഇതിനു പുറമെ ലിക്വിഡായി വർഷത്തിൽ 3 തവണ ജൈവവളം നൽകും. വെയിലും മഴയും കാറ്റുമുണ്ടായാലും കുരുമുളകിന് ദോഷങ്ങൾ ഉണ്ടാകുന്നില്ല. കാട്ടുതിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത ചെടികൾക്ക് രോഗപ്രതിരോധ ശേഷി കൂടുതലാണ്. ചെറുപ്പകാലം മുതൽ ശീലിച്ചുവന്ന കൃഷിരീതികളെ തന്റേതായ രീതിയിൽ ചിട്ടപ്പെടുത്തിയുള്ള പുതിയൊരു രീതി. ഓരോ കൃഷിയിലുമുണ്ടാകുന്ന കോട്ടങ്ങളും നേട്ടങ്ങളും വിലയിരുത്തി സ്വന്തമായി ഒരു കൃഷിരീതി ചിട്ടപ്പെടുത്താൻ 10 വർഷത്തെ പരിശ്രമം വേണ്ടിവന്നു. ഇതിന്റെ ഫലമാണ് നഷ്ടമുണ്ടാക്കിയ കുരുമുളകിനെ മാറ്റി പുത്തൻ കുരുമുളക് ചെടികൾ വളർത്താൻ കാരണം. കുരുമുളകിനും മികച്ച വില കിട്ടാൻ സ്വന്തമായി പറിച്ചെടുത്ത് ഉണക്കി വിൽപ്പന നടത്തുന്ന സമ്പ്രദായമാണ് ഇദ്ദേഹം ഇന്നും പിന്തുടരുന്നത്. കുരുമുളക് നമ്മൾ ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് വിളവെടുക്കുന്നത്. അത് നന്നായി ഒരു പകുതി ഭാഗമെങ്കിലും മൂപ്പ് എത്തിയതിന് ശേഷം അത് പറിച്ചെടുത്ത് മെതിച്ച് പിന്നെ അത് നമ്മൾ ടാർപ്പായിലിട്ടിട്ടാണ് ഉണക്കിയെടുക്കുന്നത്. ഒരു 3 വെയിൽ കൊണ്ടുകഴിഞ്ഞാൽ മുളക് ഉണക്കിയെടുക്കാതെ ആദ്യത്തെ ദിവസം നമ്മൾ നിരത്തി നല്ല വെയിലിന് ചൂടിന് ചാക്കിലാക്കി കെട്ടിവെക്കും. അതിനുശേഷം മുളക് പിറ്റേ ദിവസത്തേക്ക് എല്ലാം ഒരേപോലെ വാടിയിട്ടുണ്ടാവും. അത് പിന്നെ നമ്മൾ 2 വെയിലും ഫുള്ളായിട്ട് കൊണ്ടുകഴിഞ്ഞാൽ അത് 3-ാം ദിവസം അത് വാരി എടുത്തു വയ്ക്കും. പിന്നെ മാർക്കറ്റ് നമ്മൾ വില കൂടുന്നതിനനുസരിച്ച് മാർക്കറ്റ് നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പം
ജീവിതശൈലീ രോഗങ്ങളും മാരകരോഗങ്ങളും വർദ്ധിക്കുന്നത് രാസമാലിന്യമുള്ള ഭക്ഷണം നിത്യേന ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. പാരമ്പര്യമായ കൃഷിരീതിയിലൂടെ കൃഷികൾ നടത്തുന്നവരുടെ ഭക്ഷ്യവസ്തുക്കളിൽ രാസമാലിന്യങ്ങൾ ഇല്ല. ഉയർന്ന ലാഭം നേടുവാനുള്ള ശ്രമമാണ് രാസമാലിന്യങ്ങൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. രാസവളങ്ങളും കീടനാശിനികളും നിരന്തരമായി ഉപയോഗിച്ച മണ്ണിനെ സംരക്ഷിച്ച് പുതുജീവൻ നൽകാൻ കുറഞ്ഞത് 5 വർഷമെങ്കിലും ജൈവകൃഷി നടത്തണം. ഈ കാലഘട്ടത്തിൽ കർഷകർക്ക് സാമ്പത്തികമായ നഷ്ടങ്ങൾ ഉണ്ടാകും. ഇത് നികത്തുവാനുള്ള സംവിധാനം ഉണ്ടാകണം. പരമ്പരാഗതമായി ജൈവകൃഷി പിന്തുടരുന്ന കൃഷിയിടങ്ങളിൽ നിന്ന് ഗുണമേന്മയുള്ള ഭക്ഷ്യവസ്തുക്കളാണ് ലഭിക്കുന്നത്. ഇത്തരം കൃഷിയിടങ്ങളിൽ മണ്ണിരകളുണ്ടാകും. മണ്ണിരകൾ കാർഷിക വളർച്ചയ്ക്ക് ആവശ്യമാണ്. ജൈവ മണ്ണിന്റെ ലക്ഷണമാണ് മണ്ണിരകൾ. വ്യത്യസ്തങ്ങളായ കൃഷികളിലൂടെ നല്ലൊരു കുടുംബജീവിതമാണ് സതീഷ് ദേവസ്യ നയിക്കുന്നത്. വീട്ടുജോലികൾക്കു ശേഷം കൃഷികളിൽ സഹായിക്കുന്ന ഭാര്യ. മക്കളും ഇവരോടൊപ്പം കൃഷിയിടത്തിലുണ്ടാകും. കുടുംബാംഗങ്ങളുടെ പിന്തുണ കാർഷിക വിജയത്തിന് സഹായകമാണ്. കൃഷിയുടെ കാര്യത്തിൽ കുടുംബത്തിൽ എല്ലാവരും തന്നെയുണ്ട്. അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭാര്യ, പിള്ളേര് 3 പേര്. അവര് പഠിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ടുണ്ട് കൃഷി കാര്യത്തിൽ. പിന്നെ നമ്മൾ പോളി ഹൗസിൽ ഇക്കൊല്ലം പച്ചക്കറി ചെയ്യുന്നുണ്ട്, ഓർഗാനിക് പച്ചക്കറി ആയിട്ട്. അടുത്ത കൊല്ലം അത് കുരുമുളക്, നല്ല അത്യുൽപാദന ശേഷിയുള്ള കുരുമുളക് തൈകൾ ഉൽപ്പാദിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആധുനിക കൃഷിരീതികളുടെ ഭാഗമായി കേരളത്തിലെത്തിയ പോളിഹൌസ് കൃഷിയും ഇവിടെ പരീക്ഷിക്കുന്നു. 1 വർഷമാകാത്ത ഈ കൃഷിരീതിക്ക് ഭാര്യയുടെ പിന്തുണയുണ്ട്. 5 ലക്ഷം രൂപ മുടക്കി ആധുനിക രീതിയിൽ തീർത്ത പോളിഹൌസിൽ പയറും ബീൻസും പച്ചമുളകും തക്കാളിയുമാണ് കൃഷി ചെയ്തിരിക്കുന്നത്. പ്രതികൂലമായ കാലാവസ്ഥയിൽ പോലും കൃഷികൾ നടത്താൻ പോളിഹൌസ് സഹായിക്കും. ചെടികൾക്ക് ആവശ്യമായ ഈർപ്പം എപ്പോഴും നിലനിർത്താൻ സ്മോക്ക് രീതിയും കൃത്യമായി ജലസേചനം നടത്താൻ ട്രിപ്പ് ഇറിഗേഷനും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സാമ്പത്തികമായ ലാഭമില്ലെങ്കിലും ഭാവിയിൽ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നാണ് ഈ കർഷകന്റെ വിശ്വാസം. പോളിഹൌസ് നമ്മൾ ഈ വർഷമാണ് പോളിഹൌസ് ഉണ്ടാക്കിയത്. ഫസ്റ്റിൽ നമ്മൾ പയറും കുറ്റി ബീൻസ്, കാബേജ്, പച്ചമുളക്, പിന്നെ തക്കാളി, ഇത്രയും വിളകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ പച്ചക്കറികൾ ചെയ്തിട്ടുണ്ട്. അത് എത്രത്തോളം സക്സസ് ആവും നോക്കിയിട്ടാണ് അടുത്ത കൊല്ലം ഇനി മാറ്റി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡ്രിപ്പ് ഇറിഗേഷനും മിസ്റ്റ് ഇറിഗേഷനും ചെയ്തിട്ടുണ്ട്. ചൂട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മിസ്റ്റ് ഇറിഗേഷൻ. ഡ്രിപ്പ് ഇറിഗേഷനിൽ കൂടിയാണ് നമ്മൾ വളവും കൊടുക്കുന്നത്. തീർത്തും ഓർഗാനിക് തന്നെയാണ് കൊടുക്കുന്നത്. ജീവാമൃതം, പഞ്ചഗവ്യം, പിന്നെ ഫിഷ് അമിനോ ചെയ്യുന്നുണ്ട്. കുടുംബജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി സസ്യങ്ങളുമായി കൂട്ടുകൂടി നടക്കുമ്പോൾ മാനസികവും ആരോഗ്യപരവുമായ വളർച്ചയാണ് ഉണ്ടാകുന്നത്. കൃഷിയിലൂടെ മെച്ചപ്പെട്ട വരുമാനം നേടിയെടുക്കുവാൻ കൃഷി അറിവുകൾ സഹായിക്കും. കൃഷിയിടത്തിൽ ചെയ്യുന്ന വിളകളെക്കുറിച്ചും കൃഷി പരിചരണ രീതികളെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് സതീഷ് ദേവസ്യ. കൃത്യമായ രീതിയിൽ വളവും നനയും നൽകി മികച്ച വിളവ് നേടുന്ന കർഷകൻ. മറ്റൊരു തൊഴിൽ തേടി പോകാതെ കൃഷി ജീവിതമാർഗമാക്കിയതിൽ ഇദ്ദേഹത്തിന് സന്തോഷമാണുള്ളത്. ഇത്രയും വർഷത്തെ കൃഷിയിലെ ഇതില് നമ്മളെ ഒത്തിരി നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ കാട്ടുമൃഗങ്ങളെ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒത്തിരിയേറെ. അപ്പോൾ അതിൽ നിന്നെല്ലാം മാറ്റം വരുത്തിയിട്ടാണ് ഇപ്പോൾ കുരുമുളക് കൃഷിയിലേക്ക് പുതിയതായിട്ട് വന്നത്. പണ്ട് നമ്മൾ വാഴയും കപ്പയും ചേനയും എല്ലാ കൃഷികളും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ കുരങ്ങും പന്നിയും കൊണ്ട് ഒരു രക്ഷയില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു രീതിയിലേക്ക് കുരുമുളകിലേക്ക് വന്നത്.
കുരുമുളകും പന്നിയൂരും സാധാരണ രീതിയിലുള്ള കുരുമുളകുകൾ നമ്മൾ ധാരാളം എല്ലാ കൊല്ലവും ചെയ്യുമായിരുന്നു. അത് മുഴുവൻ ദ്രുതവാട്ടം മൂലം നശിച്ചു പോയതുകൊണ്ടാണ് ഇപ്രാവശ്യം നമ്മൾ കാട്ടുതിപ്പിലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളകിലേക്ക് മാറിയത്. എന്തായാലും നല്ല രീതിയിൽ അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തീർത്തും ഓർഗാനിക് ആയതുകൊണ്ട് കേടില്ലാതെ പിടിച്ചു നിൽക്കുന്നതാണ് വിശ്വാസം. സമൂഹത്തിന്റെ ആരോഗ്യപരമായ വളർച്ച ലക്ഷ്യമാക്കി ജൈവകൃഷി നടത്തുന്ന ഈ വയനാടൻ കർഷകനെ നമുക്കും മാതൃകയാക്കാം.